ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും വെസ്റ്റേൺ ടെക് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ കാണുന്നതാണ് ഈ കാണുന്നുണ്ട് ഈ ഒരു ആവി പിടിക്കുന്ന ഈ ഒരു ചെറിയൊരു മെഷീൻ. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ഇന്ന് റീസ്റ്റോർ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്ത് എടുത്തതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടും. അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണ്, വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാലോ. അപ്പോൾ ഗൈസ്, ഇവിടെ എങ്ങാണ്ട് നമ്മുടെ ആവി പിടിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല, ഇവിടെ ഒന്നും കിടപ്പില്ല. അതുകൊണ്ട് ഈ ഒരു ഇൻഡക്ഷൻ കുക്കർ നല്ലതാണ്. ഇല്ല, ബോർഡിന് എന്തോ ഒരു എററുണ്ട്, അതേ ഉള്ളു. നമുക്കതൊന്ന് ശരിയാക്കണം. കിട്ടി വേണ്ട. ഇവിടെ കുറേ ആക്രി എല്ലാം കൂടെ ഈ ബർഗർക്ക് കൊടുക്കാൻ വേണ്ടി കുറേ പ്ലാസ്റ്റിക് എല്ലാം കൂടെ ഇട്ടതിൻ്റെ അകത്ത് അതേ കിടക്കുന്നത് നമ്മുടെ ആവി പിടിക്കുന്ന സാധനം. എന്തോ കംപ്ലൈൻ്റ് ആയതിന് എടുത്ത് കളഞ്ഞ സാധനമാണ്. എന്തായാലും ഇത് വർക്കിംഗ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ വയറങ്ങാണ്ട് കത്തിയിട്ടൊക്കെ ഉണ്ട്. ഇത് വയറെല്ലാം ഇവിടുന്ന് പോയതാണ്. എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്. അങ്ങനെ കംപ്ലൈൻറ്റ് വന്നപ്പം ഇതെടുത്ത് കളഞ്ഞതാണ്. എന്തായാലും ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് വല്ല കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. എന്തായാലും നമ്മൾ ഇതൊന്ന് റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണ്. ആദ്യം നമുക്ക് ഇതെല്ലാം നമുക്കൊന്ന് അഴിക്കാം. അപ്പോൾ കഴിച്ച് നമുക്കിതൊന്ന് അഴിക്കാം. അങ്ങനെ ഇത്ര സ്പെയറുകൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വരുന്നത്. വേണ്ട, ഇതിൻ്റെ അകത്ത് ഈ ഒരു കോയിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു സംഭവം ഇല്ല. എന്തായാലും ഇത് വർക്കിംഗ് അല്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു കോയിലെല്ലാം ഇങ്ങനെ കറുത്തെല്ലാം ഇരിപ്പുണ്ട്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം നമുക്കൊന്ന് വാഷ് ചെയ്ത് എടുക്കാം. വാഷ് ചെയ്തതിൻ്റെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റുകളെല്ലാം നമുക്ക് പരിഹരിക്കാം. നമുക്ക് ഇതിൻ്റെ ബാക്കി കാണുന്ന ഈ ഒരു സംഭവം നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അയ്യോ ഗൈസ്, കണ്ടോ, ഇതിൻ്റെ അതേ വയറെല്ലാം ദ്രവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കണക്റ്റിംഗ് എല്ലാം ഇതെല്ലാം തുരുമ്പ് പിടിച്ചെല്ലാം ഇരിക്കുവാണ്. ഈ വയറെല്ലാം ഇവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം അഴിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഇതൊക്കെ ഇനി അഴിച്ച് കഴിഞ്ഞാൽ കിട്ടുമില്ലെന്ന് ഒരു പിടുത്തമില്ല. കണ്ടോ, ഫുള്ള് തുരുമ്പാണ്, തുരുമ്പ് പിടിച്ചിട്ടിരിക്കുക. ഇതെല്ലാം നമുക്കിനി ഒന്ന് സോപ്പ് പൊടി ഇട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. അതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്കി പരിപാടി ചെയ്യാം. അതിനിപ്പോൾ നമുക്ക് വയറൊക്കെ വലിച്ച് കളയാം. അപ്പോൾ കഴിച്ച് നമ്മളങ്ങനെ ഇതിൻ്റെ വയർ നമ്മൾ വലിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്കിതിന് കഴുകി ഒന്ന് എടുക്കാം. നല്ല സോപ്പ് പൊടി ഉപയോഗിച്ച് നമുക്കിതൊന്ന് കഴുകി ഒന്ന് അടിപൊളിയാക്കി ഒന്ന് എടുക്കാം. അപ്പോൾ കഴിച്ച് കണ്ട് നമ്മളങ്ങനെ ഇതെല്ലാം നല്ല സോപ്പ് പൊടിക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ എല്ലാ സ്പെയറും ഉണ്ട്, വയർ ഉൾപ്പെടെ. 10 മിനിറ്റ് ഇതേപോലെ നമുക്ക് സോപ്പ് പൊടിക്കകത്ത് വെച്ചതിന് ശേഷം നമുക്കത് നമ്മുടെ ഈ പല്ല് തേക്കുന്ന ഈ ബ്രഷ് ഉണ്ടോ, ഈ ബ്രഷ് കൊണ്ട് നമുക്ക് നല്ല ശരിക്കും അങ്ങോട്ട് തേച്ച് ഉരച്ച് നമുക്ക് അങ്ങോട്ട് കഴുകി അങ്ങോട്ട് എടുക്കണം. അപ്പോൾ കഴിച്ച് നമുക്ക് ഈ സാധനം കൂടെ നമുക്കിതൊന്ന് അഴിക്കാം. നമുക്ക് നല്ല ബ്രഷ് വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴുകാം. ഇത് കണ്ടോ, ഇത് പണ്ടങ്ങാണ്ട് കത്തിപ്പോയതാണ്. കണ്ടോ, ഇത്രയും ഭാഗം കണ്ടോ കത്തിയിരിക്കുന്നത് കണ്ടോ. ഇനി നമുക്ക് ശരിക്കും ഇതൊന്ന് വാഷ് ചെയ്യാം. അപ്പോൾ കഴിച്ച് ഇത് ഫുള്ള് തുരുമ്പാണ്. നമുക്ക് ഈ സാൻഡ് പേപ്പർ വെച്ച് നമുക്കിതൊന്ന് ഈ സാൻഡ് പേപ്പർ വെച്ച് നനച്ചിട്ട് ഈ കാണുന്ന രീതിയിൽ ഇതുകൊണ്ട് ഉരച്ച് ക്ലീൻ ചെയ്യാം. ഇല്ലാതെ കണ്ട തുരുമ്പും കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് പോകുന്നുണ്ട്. കണ്ട കേസ് നല്ല ഏകദേശം ഉണ്ടോ ഈ കാണുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ കഴുകി സെറ്റാക്കി അങ്ങനെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വയറും കൂടെ ഉണ്ട് കഴുകാൻ. ഇതൊക്കെ തിളങ്ങുന്നുണ്ട്. നല്ല കഴുകിയപ്പോഴത്തേക്ക് നല്ല ചെളിയെല്ലാം പോയി നല്ല പുതുപുത്തനായി. അപ്പോൾ ഇത്തരം സാധനങ്ങൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിനി വെയിലത്ത് വെച്ച് ഉണക്കി അങ്ങോട്ട് അങ്ങനെ കഴുകിയെടുത്ത് വെയിലത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങി വന്നതിന് ശേഷം വേണം നമുക്കിതെല്ലാം ഉണങ്ങി എടുത്ത് സെറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മളിതെല്ലാം നല്ല കഴുകി നല്ല വൃത്തിയാക്കി ഉണക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കണ്ടോ, ഇതുകൊണ്ട് ഈ സൈഡ് ഇച്ചിരി ശകലം പോയിട്ടുണ്ട്. ഇവിടെ കുഴപ്പമില്ല, നമുക്ക് ഇപ്പുറത്തെ സൈഡ് ബോൾട്ട് ചെയ്യാൻ നേരത്തിന് അത് സെറ്റ് ആയിക്കോളും. ഈ കോയിലാണ് നമ്മുടെ മെയിൻ സാധനം. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഈ ഒരു വയറും ഈ ഒരു കോയിലും മാത്രമേ വരുന്നുള്ളൂ, വേറെ ഒരു സാധനവും ഇല്ല. അതുകൊണ്ട് ഇത് ഒരിക്കലും കംപ്ലൈൻ്റ് ആയി പോകുന്ന ഇതിനങ്ങനെ ഒരിക്കലും കംപ്ലൈൻറ്റ് വരുന്ന സാധനമല്ല. കണ്ടോ, ഈ ഒരു കോയിലും ഈ ഒരു വയറും കോയിലും മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത്. ഇനി നമുക്ക് ഈ ഒരു കോയിൽ നമുക്ക് രണ്ടുപിടി ഇങ്ങനെ സെറ്റ് ചെയ്യണം. നമുക്ക് രണ്ട് ഈ കാണുന്ന രീതിയിൽ നമുക്ക് രണ്ടിങ്ങനെ സ്ക്രൂ ഇട്ടിട്ട് രണ്ട് ഈ പൊട്ടിയെടുത്തോടെ നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു കട്ടിങ് പീസ് കൂടെ കയറ്റി വെച്ചേക്കാം. അതായത് ഒടിഞ്ഞു പോകാതിരിക്കുക. കണ്ടോ, ഇത്രേ ഉള്ളൂ. നട്ടിട്ട് മുറിക്കുക മാത്രം മതി. ഈ ഒരു വയർ കണ്ടോ, ഈ ഒരു വയർ നമുക്ക് ഈ നട്ട് ബോൾട്ടിൻ്റെ അകത്തോട്ട് വെച്ചിട്ട്
ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഈ കാണുന്ന രീതിയിൽ നമ്മൾ വയർ ഇങ്ങനെ കണക്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്ക്രൂ ഡ്രൈവറും കൊണ്ട് സ്ക്രൂ നമുക്കിവിടെ ടൈറ്റാക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കണ്ട ഗൈസ്, നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ ഇതുണ്ടോ, നമ്മളിവിടെ ഒരു വയർ നമ്മൾ ഇതിലിങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. സ്ക്രൂ നമുക്ക് ഒന്നുകൂടി ടൈറ്റ് ആക്കണം, നല്ല ടൈറ്റ് ആക്കണം. അടുത്ത സ്ക്രൂ ഇതിലേക്ക് അങ്ങോട്ട് കയറ്റുന്നു. അടുത്തിടുന്നു. ഇട്ടതിന് ശേഷം നമ്മളിവിടുത്തെ വയറിൻ്റെ സ്ലീവ് നമുക്ക് ശകലം കൂടെ കളയണം. ഈ വയർ നമ്മളങ്ങനെ സ്ലീവ് കളഞ്ഞ് അങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കമ്പിയിലോട്ടോട് ഈ ഒരു സ്ക്രൂവിലോട്ടോട് നമുക്ക് ഈ വയർ ചുറ്റി അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മളങ്ങനെ ഇവിടെ വയറെല്ലാം കണക്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആവി പിടിക്കുന്ന സാധനത്തിൻ്റെ പരിപാടി. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ശകലം ഗമ്മും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാധനം അവിടെ ഇരുന്നോളും. അങ്ങനെ ഇത് അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇത്രയും പരിപാടി. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു നീല കപ്പ് നമുക്ക് ഇങ്ങനെ കയറ്റാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് വേണം നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ ഇതിൻ്റെ അകത്ത് വേണ്ട ഒരു 1/2 ലിറ്ററോളം വെള്ളം നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അടപ്പ് വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് അടയ്ക്കാം. പശ ഒട്ടിയില്ല ഗൈസ്. അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളിവിടെ വയറെല്ലാം നമ്മൾ വെച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ക്യാപ്പും കൂടെ നമുക്ക് ഇട്ടേക്കാം. ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറണ്ടേ കുത്തിയൊക്കെ എന്ത് സംഭവിക്കുക നമുക്കിപ്പോൾ അറിയാം. അങ്ങനെ നമ്മളിത് കറണ്ടേ കുത്തിയിട്ടുണ്ട്. എന്നാലും നല്ല ചെറുതായിട്ടാണ്, നല്ല ആവിയുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഉണ്ടോ, നല്ലോണം ആവിയുണ്ട് ഗൈസ്. ഓക്കെയാണ്, നമ്മുടെ ഇത് വർക്കിംഗ് ആണ്. വെള്ളം നല്ലവണ്ണം തിളച്ച് ഇരിക്കുവാണ്. കണ്ടോ, നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ 31 അടിപൊളിയായിട്ട് വെള്ളം തിളച്ച് നിൽക്കുകയാണ്. കണ്ടോ, 67, 72, 79, 80. ഓക്കെ, എന്തുവായാലും നമ്മുടെ വർക്കിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവി പിടിക്കുന്ന മെഷീൻ, എന്താണ് ഇതിൻ്റെ പേര്, സംഭവം സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് പനിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഈ ആവി ഒന്ന് പിടിക്കണമെന്ന് തോന്നിയപ്പോഴത്തേക്ക് നമ്മുടെ മെഷീൻ എങ്ങും കാണുന്നില്ല. നോക്കിയപ്പോൾ തന്നെ അപ്പുറത്തെ പറമ്പിൽ കിടപ്പുണ്ട്. പറമ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മളിത് റീസ്റ്റോറേഷൻ ചെയ്ത് സെറ്റാക്കി വർക്കിംഗ് കണ്ടീഷൻ ആക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് ഷിജിൻ, ബൈ ബൈ, ടാറ്റ, സീ യു.